KSRTC പെൻഷൻ നൽകിയതിൽ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ബാങ്കുകൾക്ക് നൽകിയത് 2022 നവംബർ മാസം വരെയുള്ള തുക മാത്രം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, ഏതായാലും സഹകരണ ബാങ്കുകളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ ഒരു സമീപനം. അതായത് ഏകദേശം 1.5 വർഷത്തോളമായി സഹകരണ ബാങ്കുകൾക്ക് പണം നൽകുന്നില്ല. സഹകരണ ബാങ്കുകൾ നേരത്തെ തന്നെ സർക്കാരിനോട് വ്യക്തമാക്കിയതാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, സഹകരണ മേഖലയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ഇത് തള്ളിവിടുമെന്ന്. പക്ഷേ ഇപ്പോഴും ഗതാഗത വകുപ്പ് സഹകരണ ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് KSRTC പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ധനവകുപ്പ് ഈ പണം തിരികെ സഹകരണ ബാങ്കുകൾക്ക് നൽകുന്നുമില്ല. അഖിൽ, രാജീവെ, കേരളത്തിലെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന സർക്കാരിൻ്റെ ഓരോ ദിനത്തിലെയും പ്രവർത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്താണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എപ്പോഴും ആശ്രയിച്ചിരുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് പോലും വലിയ ഭീമമായ തുകയെടുത്ത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് സഹകരണ വകുപ്പുകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും കേരളത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നും ഒക്കെ തന്നെ കൺസോർഷ്യം രൂപീകരിച്ച് അതിനൊരു ബോർഡ് രൂപീകരിച്ച് KSRTCയിലെ കടബാധ്യത അത് ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി പണം സ്വരൂപീകരിച്ചിരുന്നത്. അതിൽ ഏകദേശം 302 കോടി രൂപയോളം വരുന്ന ഒരു ഭീമമായ തുക ഈ കേരളത്തിലെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും KSRTCക്കായി സർക്കാർ എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ആ തുകയാണ് ഇപ്പോൾ നൽകാൻ സാധിക്കാത്ത, തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത തലത്തിൽ ഒരു വലിയ ഭീമമായ കടബാധ്യതയിലേക്കായി സർക്കാർ നീങ്ങി നിൽക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ടത് 75,34,997 രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്കായി KSRTC മാനേജ്മെൻറ്റ് സർക്കാർ നൽകേണ്ട ഒരു തുകയായി വരുന്നത്. ഇതിൽ ഇപ്പോൾ, അതായത് 2022 നവംബർ ഡിസംബർ മാസത്തിലെയും 2023 ജനുവരി ഫെബ്രുവരി മാസത്തിലെയുമായി 4 മാസത്തെ തുകയായി തിരിച്ചടവിനായി നൽകിയിട്ടുള്ളത് 74,75,80,979 രൂപ മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഒരു തിരിച്ചടവായി നൽകിയിരിക്കുന്നത്. അത്രയും ഭീമമായ ഒരു തുക നൽകുമ്പോഴേക്കും സർക്കാരിന്, അതായത് 2023 ഫെബ്രുവരി മാസം കഴിഞ്ഞ് ഏകദേശം ഒരു 10 മാസവും അത് കഴിഞ്ഞ് ഈ 2024 ജനുവരി അടക്കം ഈ ഒരു വർഷത്തെ, അതായത് 12 മാസത്തോളം വരുന്ന തുകയാണ് വീണ്ടും തിരിച്ചടവായി സർക്കാരിന് മുമ്പിൽ നിൽക്കുന്നത്. അതും ഇതുപോലെ കോടികൾ വരും. അങ്ങനെ KSRTC വലിയ കടബാധ്യതയിലേക്ക് പോകുന്നു. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം തന്നെ കടബാധ്യതയുടെ ഭാഗമായി മാറുന്നു എന്നതാണ് നമുക്ക് ഈ വാർത്തയോടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓരോ പ്രതിമാസവും 250 കോടി രൂപ വരെ, അതായത് 200 മുതൽ 250 കോടി രൂപ വരെ സർക്കാരിന് KSRTCക്ക് വരുമാനമായി ലഭിക്കാറുണ്ട്. അതിന് പുറമെ ഏകദേശം ഒരു 50 കോടി രൂപ സർക്കാർ തന്നെ ധനസഹായമായി നൽകുന്നുമുണ്ട്. പക്ഷേ പെൻഷൻകാർക്ക്, അതായത് എല്ലാ മാസവും പെൻഷൻ നൽകുക എന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ആ വലിയ ബാധിച്ച ഉത്തരവാദിത്തം കോടതി വരാന്തയിൽ പോലും സർക്കാരും KSRTC മാനേജ്മെൻറ്റും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു സാഹചര്യമുണ്ട്. കാരണം പെൻഷൻ ഇപ്പോൾ തന്നെ ഏകദേശം 3 മാസത്തോളം വരുന്ന പെൻഷൻ തുക KSRTC ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട്. അങ്ങനെ ആ 3 മാസത്തെ പെൻഷൻ തുക നിൽക്കുമ്പോഴാണ് ഏകദേശം 11 മാസത്തെ സഹകരണ ബാങ്കുകൾക്ക് നൽകേണ്ട കൺസോർഷ്യം അടക്കം സർക്കാർ നൽകേണ്ട ഒരു സ്ഥിതിയും നിലനിൽക്കുന്നത് സംസ്ഥാനത്ത്. എന്തായാലും സംസ്ഥാന സർക്കാർ നിലവിൽ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഇതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല സർക്കാർ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സർക്കാർ തന്നെ SSC +2 പരീക്ഷകൾക്കുള്ള പണം പോലും ഇല്ല എന്ന വിദ്യാഭ്യാസ വകുപ്പ് പോലും ഒരു സർക്കുലർ ഇറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ വകുപ്പുകളും ഒക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട്. തൊട്ട് മുമ്പുള്ള നമ്മളുടെ വാർത്തയടക്കമുള്ള സപ്ലൈകോയിൽ പോലുമുള്ള പ്രതിസന്ധി അതിനൊക്കെ തന്നെയുള്ള ഒരു തുടർക്കഥയായ കാരണമായി തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. രാജീവ്, എന്തായാലും KSRTC പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം തെരുവിൽ സമരത്തിനിറങ്ങിയാലും സർക്കാർ, നമുക്കറിയാം, നേരത്തെ ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് പോലും വലിയ പ്രതിസന്ധി സർക്കാർ നേരിട്ടപ്പോൾ ആ പണവും നൽകിയത് ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടികൾ എടുത്താണ്. അതായത് സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വായ്പ നൽകാനാണ് ഈ സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം ഉപയോഗിക്കേണ്ടത്. റിസർവ് ബാങ്കിൻ്റെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി കോടികൾ എടുക്കുന്നു, KSRTCയിൽ പെൻഷൻ നൽകാൻ വേണ്ടി കോടികൾ എടുക്കുന്നു. ഈ കോടികൾ വകമാറ്റുമ്പോൾ ഈ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. രാജീവ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിലെ
ഒരു ചെറുകിട സാമ്പത്തിക സാഹചര്യമാണ് ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. ചെറുകിട വ്യവസായികൾ അതുപോലെ തന്നെ സാധാരണക്കാരൊക്കെയാണ് തങ്ങളുടെ നിത്യവൃത്തിയിൽ നിന്നും മിച്ചം പിടിക്കുന്ന ചെറിയ തുകയൊക്കെ തന്നെ സഹകരണ വകുപ്പിൽ നിക്ഷേപിക്കുന്നത്. സഹകരണ വകുപ്പ് ആക്ട് പ്രകാരം തന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു ചട്ടം തന്നെ നിലനിൽക്കുന്നുണ്ട്. സഹകരണ വകുപ്പിൻ്റെ ഇത്ര ശതമാനം മാത്രമേ അത് വായ്പയായി നൽകാൻ സാധിക്കുകയുള്ളൂ. ആ വായ്പയായി നൽകുന്നതിനുമൊക്കെ തന്നെ കൃത്യമായ കണക്കും മാനദണ്ഡവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇതുപോലൊരു കൺസോർഷ്യേഷൻ സർക്കാർ രൂപീകരിക്കുന്നത്, KSRTCയെ സംരക്ഷിക്കണമെന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട്. പക്ഷേ കേരളത്തിൽ ഏകദേശം വരുന്ന നൂറുകണക്കിന് വരുന്ന സഹകരണ ബാങ്കുകളിൽ ബഹുഭൂരിപക്ഷവും LDFൻ്റെ കയ്യിലിരിക്കുന്ന സഹകരണ ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ആരും സഹകരണ ബാങ്കുകൾ ഒന്നും എതിർത്തിരുന്നില്ല. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ നിരവധിയായ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലുണ്ടായ ക്രമക്കേടുകൾ, അഴിമതികൾ, അതുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണങ്ങൾ, അതിൻ്റെ പണ ചെലവുകളിൽ ഉണ്ടായ ആ ഏറ്റക്കുറച്ചിലുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാർ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സഹകരണ വകുപ്പിൽ നിന്ന് എടുത്ത പണം പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയ തുക ചോദിക്കുമ്പോൾ ഒരു ചെറിയ തുക നൽകി ഉത്തരവിറക്കുന്നത്. ഈ ഉത്തരവ് ഇറങ്ങുന്നത് പോലും 17/2/2024 ഉത്തരവിറങ്ങുന്നത്. അപ്പോൾ ആ ഉത്തരവിൽ തന്നെ പറയുന്നത് 2022 നവംബർ മാസത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി പെൻഷൻ വിതരണത്തിന് രൂപീകരിച്ച കൺസോർഷ്യം ഉൾപ്പെടെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് 2022 നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിൽ KSRTC പെൻഷൻ നൽകിയ വകയിൽ അതായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏകദേശം 4 മാസത്തെ തുക ആണ് ചോദിച്ചിരുന്നത്. ആ തുക സർക്കാരിനോട് ചോദിക്കുന്നത് തന്നെ 8% പലിശ നിരക്കിലാണ് ചോദിച്ചിരുന്നത്. 75,34,697 രൂപയാണ് ചോദിച്ചത്. അതിലാണ് ഏകദേശം 74 കോടി രൂപ മാത്രം നൽകി സർക്കാർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അത് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലല്ല സർക്കാരിൻ്റെ വിതരണം തന്നെ നൽകിയിട്ടുള്ളത്. ഈ ഉത്തരവ് പ്രകാരം സഹകരണ രജിസ്ട്രാർക്കും ജില്ലാ ട്രഷറർക്കും ഒക്കെയാണ് ഇതിൻ്റെ ഉത്തരവ് പകർപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ആ പകർപ്പിൽ പ്രകാരം പറയുന്ന തുകയും ഇനി ഈ മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 ദിവസം മാത്രമാണ് ഈ ഉത്തരവിറങ്ങിയിട്ട് അതിന് ട്രഷറിയിലെത്തി അതിൻ്റെ ഒരു വിതരണം നടക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു കാലതാമസം. അപ്പോൾ ഈ മാസത്തെ പെൻഷനും KSRTC പെൻഷൻകാർക്ക് മുടങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട രാജീവ്. യെസ്, ഏതായാലും KSRTC പെൻഷൻ നൽകിയ വകയിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്കും കോടികളാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പണം അനുവദിക്കാതിരിക്കുമ്പോൾ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഈ കോടികൾ ഈ രീതിയിൽ വായ്പ നൽകിയതാണ് ആ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ തന്നെ താറുമാറാക്കിയതെങ്കിൽ അതേ അവസ്ഥയിൽ കൂടി തന്നെയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ കോടികൾ സംസ്ഥാന സർക്കാർ വകമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ക്ഷേമ പെൻഷന് വേണ്ടിയാണെങ്കിൽ മറുവശത്ത് KSRTC പെൻഷന് വേണ്ടിയും കോടികൾ വകമാറ്റുമ്പോൾ സംസ്ഥാനത്തെ സഹകരണ മേഖല എവിടെ എത്തുന്നു എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. അഖിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.